കൊച്ചിയിലെ പ്രശസ്തമായ ഒരു സ്കൂളാണ് ജോയ് സ്കൂൾ. ഈ സ്കൂളിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതിലാകെ കുറച്ച് കുട്ടികൾ മാത്രമേ ഉള്ളൂ. കാരണം ഇത് കാടിന്റെ നടുവിലായതുകൊണ്ടാണ്. കാരണം മാതാപിതാക്കൾക്ക് പേടിയായിരുന്നു നമ്മുടെ കുട്ടികളെ വല്ല മൃഗങ്ങൾ ഭക്ഷിക്കുമോ എന്നോർത്ത്. അതുമാത്രമല്ല, വൈകുന്നേരമാകുന്ന സമയത്തു തന്നെ ഒരു കാരവൻ ട്രാവലർ വരും. പിന്നെ ഇതൊരു കാടിന്റെ നടുക്കലായതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് മാത്രം വരുന്നത്. കാരവൻ ട്രാവൽ വരികയാണെങ്കിൽ ഒരാഴ്ച അടുപ്പിച്ച് വന്നില്ലെങ്കിൽ ഒരാഴ്ച പോലും ഉണ്ടാകില്ല. അങ്ങനെ ഇത് തുടങ്ങുന്ന സമയം 3 മണി AM അഥവാ പുലർച്ചെ 3 മണിക്കും 8:30 വരെയുമാണ് ഇതിൻ്റെ സമയം. പിന്നെ ഈ സ്കൂളിൽ കുറേ പ്രിൻസിപ്പാൾ സാലറി കിട്ടാത്തതിൻ്റെ പ്രശ്നങ്ങൾ, ടീച്ചർമാർ കുറേ ചൂടാവുകയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രശ്നങ്ങളെല്ലാം സോൾവായി ഇവർ ഒരു ദിവസം ഹിനയുടെ വീടിൻ്റെ കുടിരിക്കലിനായി ഇറങ്ങി. ഇവർ എല്ലാവരെയും വിളിച്ചു, ആരും വന്നില്ല. എല്ലാവർക്കും പേടിയായിരുന്നു, വല്ല മൃഗങ്ങൾ കഴിക്കുമോ. പിന്നെ മാതാപിതാക്കളും പറഞ്ഞിട്ടുണ്ട്, ഈ കാടിനരികിലേക്ക് ഒരിക്കലും പോകരുത്, ഇത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ളതാണെന്ന്. ഇതിന് പോകാനുള്ള ആൾക്കാർ ആരൊക്കെയാണെന്ന് വെച്ചാൽ മിൽന, ഷെസമരൻ, ഷെസഷബ്, ഇസ്ര, ഷിഫ, അങ്ങനെ മെഴ്സയും ഉണ്ട്. അങ്ങനെ ഇവർ യാത്ര തുടരാൻ നിന്നപ്പോൾ ഗേറ്റിന് അവിടെ എത്തിയപ്പോഴേക്കും കാടൊന്നാകെ കറുത്ത നിറത്തിലാവുകയും അവർ ആകെ പേടിച്ചു. മഴക്കുള്ള നല്ല സാധ്യതയും കാണുകയും ചെയ്തു. അങ്ങനെ ഇവർ മുന്നോട്ട് നടന്നു പോയി. പിന്നെ അവർ ഒന്നാകെ വഴി തെറ്റി. പിന്നെ നോക്കുമ്പോൾ മേസനെ കാണാനില്ല. പക്ഷേ ഇതൊന്നും ഇവർ അറിഞ്ഞില്ല. പിന്നെ കുറച്ച് നടന്നപ്പോഴേക്കും മഴയും ഇടിയും മഞ്ഞും പെയ്തു. അങ്ങനെ ഇവർ യാത്ര നിർത്താതെ പോയിക്കൊണ്ടിരുന്നപ്പോൾ അങ്ങനെ ഇവർ ഒരു കുഴിയിലേക്ക് വീണു. കുഴിയിലേക്ക് വീണപ്പോൾ അവരുടെ മേലാകെ മുറിഞ്ഞിരുന്നു. അങ്ങനെ ഇസ്ര കുഴിൻ്റെ മേലേക്ക് പോകാൻ നോക്കിയപ്പോൾ എല്ലാവർക്കും താല്പര്യമുണ്ട്, എന്താണ് ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന് അറിയാൻ. അങ്ങനെ ഇസ്രയുടെ വയറ്റിൻ്റെ മേൽ കയറ് കെട്ടി കയറാൻ നോക്കിയപ്പോഴേക്കും എല്ലാവരും വീണ് മുറിയാകാതല്ലാതെ വേറൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇവർ കയറെല്ലാം ഊരി ഇസ്ര കയറാൻ നോക്കി. അങ്ങനെ ഇസ്ര കയറിക്കൊണ്ട് അതിൻ്റെ മേലിലിരുന്ന ഓല ജസ്റ്റ് ഒന്ന് നീക്കിക്കൊണ്ട് അവൾ കണ്ണൊന്ന് പുറത്തിട്ടപ്പോൾ അതാ ഒരു സോംബി 2 കൈയിലും കത്തി പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. അങ്ങനെ മേഴ്സക്കും ഹിനക്കും ഞങ്ങൾ എവിടെയാ ഉള്ളതെന്ന് അറിയാം, അവൾക്ക് ഞങ്ങളെ രക്ഷിക്കണമെന്നു. പക്ഷെ അവരൊന്നാണ്ട് തിരിഞ്ഞപ്പോഴേക്കും, ഞങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടി തിരിഞ്ഞപ്പോഴേക്കും അവരെ സോംബി കാണുകയും കൊല്ലുകയും ചെയ്തു. അങ്ങനെ ഇവരെ ഡെഡ് ബോഡി കണ്ടെത്തുകയും അങ്ങനെ ഇത് പത്രത്തിൽ വരികയും ചെയ്തു. അങ്ങനെ കഥ ഇവിടെ തുടരുന്നു.